So what is laser angioplasty? ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം സാധാരണഗതിയിലുള്ള ബ്ലോക്കുകൾ നീക്കുന്നതിന് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. അത് ബൈപ്പാസ് സർജറി ചെയ്തിട്ടും അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടാണ് നീക്കുക. ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി വന്നതോടുകൂടി പല സാധാരണ ടെക്നോളജിയിൽ നീക്കാൻ പറ്റാത്ത പല ബ്ലോക്കുകളും ഈ ലേസർ ടെക്നോളജിയിലൂടെ നീക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പല പേഷ്യൻസിനും നമുക്ക് ബൈപ്പാസ് സർജറി അയക്കുന്നതിന് പകരം പല മൾട്ടിപ്പിൾ ബ്ലോക്സ് ഉള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റിയിലൂടെ ആ ബ്ലോക്കുകൾ അവിടെ നീക്കാൻ പറ്റും. അതാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ. ഇത് പുതിയ ടെക്നോളജിയാണ്. മുമ്പ് ഇത്ര കാലം വേൾഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടി ഇത്രയധികം ഉപയോഗിച്ചിരുന്നില്ല. മുമ്പ് 1995 മൊത്തമാണ് ഈ ലേസർ ടെക്നോളജി വന്നത്. പക്ഷേ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊരു ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. ഇപ്പം അതിൻ്റെ പുതിയ വെർഷൻ വന്നു. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് ബ്ലോക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ലേസർ ആൻജിയോപ്ലാസ്റ്റിയിൽ. Can bypass surgery be completely replaced by this technology? It's not completely. ബൈപ്പാസ് സർജറി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ഒരു 90% വരെ രോഗികൾ, മൾട്ടിപ്പിൾ ബ്ലോക്കുള്ള രോഗികൾ, സാധാരണഗതിയിൽ കൂടുതൽ ബ്ലോക്കുള്ള രോഗികളെ ഞങ്ങൾ ബൈപ്പാസ് സർജറിക്കാണ് റെക്കമെൻഡ് ചെയ്യുക. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും നമുക്ക് പല ടെക്നോളജി, ഈ ലേസർ, അതുപോലെ തന്നെ ഓർബിറ്റൽ എത്തരെക്ടമി, അതുപോലെ തന്നെ OCT ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റി, ഇങ്ങനെ പല മോഡേൺ ടെക്നിക്കുകൾ ഉപയോഗിച്ച് IVL ഇങ്ങനെയുള്ള പല ടെക്നിക്കോളജി ഉപയോഗിച്ച് നമുക്ക് കംപ്ലീറ്റ് റിവാസ്കുലേഷൻ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബ്ലോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബൈപ്പാസ് സർജറി കൂടാതെ തന്നെ ചികിത്സിക്കാൻ പറ്റും. Okay. So what is the role of stents in this new era of laser angioplasty? ഈ സ്റ്റെൻഡ് നമ്മൾ പരമ്പരാഗതമായ ഒരു ബ്ലോക്ക് നീക്കുന്നൊരു സംഭവമാണ് സ്റ്റെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് 2000 മുതൽ ഇപ്പോൾ 25 വർഷമായി ബ്ലോക്കിനെ ആൻജിയോപ്ലാസ്റ്റിയിലൂടെ നീക്കുകയും അവിടെ നമ്മൾ സ്റ്റെൻഡ് സ്ഥാപിക്കുകയും ചെയ്യും. സ്റ്റെൻഡ് അവിടെ ഡിപ്ലോയ് ചെയ്യും. പക്ഷേ ഈ ലേസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലേസറിലൂടെ ബ്ലോക്ക് മാറ്റും. അത് കഴിഞ്ഞ് സ്റ്റെൻഡ് ഡിപ്ലോയ് ചെയ്യും. സ്റ്റെൻഡ് കംപ്ലീറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറ്റില്ല. സ്റ്റെൻഡ് അതിൻ്റെ പാർട്ടാണ്. ആൻജിയോപ്ലാസ്റ്റി ആൻഡ് സ്റ്റെൻഡ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു പാർട്ടാണ്. പക്ഷേ ഈ ബ്ലോക്ക് എടുക്കുന്ന മെത്തേഡിലാണ് നമ്മുടെ ലേസർ കൂടുതൽ എഫക്റ്റീവ് ആവുക. മുമ്പ് നമുക്ക് എഫക്റ്റീവായി ബ്ലോക്ക് എടുക്കാൻ പറ്റാത്ത പല ഏരിയാസുകളിലും ഇപ്പോൾ നമുക്ക് ലേസർ വന്നതുകൂടി ബ്ലോക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. Okay, so how will the patients be benefited? പേഷ്യൻസ്, പല രോഗികളും നമ്മുടെ അവർക്കെങ്ങനെ രോഗികൾക്ക് ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഇത്ര കാലം വരെ എടുക്കാൻ പറ്റാത്ത ബ്ലോക്കുകൾ നമ്മൾ ബൈപ്പാസ് സർജറിക്ക് അയക്കുകയാണ് നമ്മൾ ചെയ്യുക. പക്ഷേ ഈ ടെക്നോളജിയോട് കൂടി പല ബ്ലോക്കുകളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കാൽഷ്യം നിറഞ്ഞ ബ്ലോക്കുകൾ, ഈ ബ്ലോക്കിൽ കംപ്ലീറ്റ് കാൽഷ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഈ ലേസർ ഉപയോഗിച്ചിട്ട് അതിനെ ചെറിയ പൗഡർ ആക്കുകയും പിന്നെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവായി കിട്ടുകയും. വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ISR എന്ന് പറയും. അതായത് സ്റ്റെൻഡിനകത്ത് വീണ്ടും ബ്ലോക്ക് വരും. സ്റ്റെൻഡിനകത്ത് വീണ്ടും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ട്രീറ്റ് ചെയ്യാൻ വളരെ വിഷമമാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ലേസർ ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് പല പേഷ്യൻസുകളും ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് വെറും ക്ലോട്ട് കൊണ്ടായിരിക്കാം, ബ്ലോക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഫലപ്രദമായി ഈ ലേസർ ടെക്നോളജിയിലൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. Okay. So who are the patients that should undergo this laser surgery? ഡെഫിനറ്റ്ലി വൺ ഗ്രൂപ്പ് ഈ ബ്ലഡ് ക്ലോട്ട് വരുന്ന ഗ്രൂപ്പുകളാണ്. രണ്ടാമത്തത് ISR വരുന്നുള്ള ഗ്രൂപ്പുകളാണ്. അതായത് സ്റ്റെൻഡിൽ വീണ്ടും ബ്ലോക്ക് വരുന്ന ആൾക്കാർ, അതിനാണ് ISR എന്ന് പറയുക. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്റ്റെൻഡ് ഇടാൻ വിഷമമാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ, കാൽഷ്യം നിറഞ്ഞ ബ്ലോക്കുകളാണ്. ഈ 3 കാറ്റഗറിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലേസർ ടെക്നോളജിയിൽ ഉപയോഗിക്കുക. Is any other hospital in Karnataka having this technology? കർണാടകയിൽ ആദ്യമായിട്ടാണ്, ഈ മാസമാണ് ഞങ്ങൾ വാങ്ങിയത്. കർണാടകയിൽ ഇത് 2 ഹോസ്പിറ്റലിൽ ഈ മാസം വാങ്ങിയിട്ടുള്ളൂ, ബാംഗ്ലൂരും വന്നിരുന്നു. ഇതുവരെ ഈ ടെക്നോളജി ഉപയോഗിച്ചിരുന്നെങ്കിലും അത് ആദ്യം അതിനെ ആരും വാങ്ങിയിട്ട് ഇതൊരു മോഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് ആരും ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പം ഞങ്ങളാണ് ആദ്യമായിട്ട് ഈ കർണാടകയിൽ ഇത് വാങ്ങിച്ച് ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയത്. ഈ തുടങ്ങിയതോടുകൂടി ഒരുപാട് ആൾക്കാർ അവിടെ നിന്നും കർണാടകയുടെ പല ഭാഗത്തുനിന്നും, കർണാടകയിൽ നിന്ന് മാത്രമല്ല കേരളത്തിലെ പല ഭാഗത്തുനിന്നും, തൃശ്ശൂരും എറണാകുളത്തു നിന്നുള്ള പല രോഗികളൊക്കെ ഇപ്പോൾ ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ബൈപ്പാസ് സർജറി ഒഴിവാക്കാൻ പറ്റുമോ, മൾട്ടിപ്പിൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ, സ്റ്റെൻഡില്ലാതെ ലേസർ ടെക്നോളജിയിലൂടെ മാറ്റാൻ പറ്റുമോ എന്നുള്ള പല ക്വസ്റ്റ്യൻസുമായിട്ട് വരാറുണ്ട്. സ്റ്റെൻഡ് കംപ്ലീറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും ചില കേസുകളിൽ നമ്മൾ സ്റ്റെൻഡ് ഒഴിവാക്കാൻ പറ്റുന്ന കേസുണ്ട് ലേസർ ടെക്നോളജി ഉപയോഗിച്ചിട്ട്. ഇതൊരു മോഡേൺ കാർഡിയോളജിയിലെ വൺ ഓഫ് ദ നല്ല ഒരു ഇൻവേസീവ് മോഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയാം.